ഇപ്പോ ഗൂഗിളിന്റെ കാര്യം തന്നെ എടുക്കാം. അവരുടെ IO 2025 കോൺഫറൻസിൽ അവരൊരു പുതിയ AI മോഡൽ അവതരിപ്പിച്ചു, വിയോ എന്ന് പേര്. വിയോ അതെന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ ടെക്സ്റ്റായിട്ട് നിർദ്ദേശം കൊടുത്താൽ മതി, എഴുതി കൊടുത്താൽ മതി. അതനുസരിച്ച് ശബ്ദത്തോടുകൂടിയ വീഡിയോകൾ ഉണ്ടാക്കാൻ അതിനു പറ്റും. വീഡിയോകൾ ഉണ്ടാക്കാനോ? ടെക്സ്റ്റ് വെച്ചിട്ട്? അതെ, ഓഡിയോടുകൂടി തന്നെ. ഇത് ശരിക്കും ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് അവർക്കിതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അതെങ്ങനെയാണ് അവരെ ബാധിക്കുക? ഈ അഡോബി പോലുള്ള കമ്പനികളിലെ ജീവനക്കാർക്കൊക്കെ അവർക്കും ഇതൊരു ഭീഷണിയാണോ? സാധ്യതയുണ്ട്. കാരണം ഗൂഗിളിന്റെ വിയോ പോലുള്ള മോഡലുകൾ വീഡിയോ ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമാക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വീഡിയോ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, വിഷ്വൽ എഫക്ട്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ആവശ്യം കുറയാൻ സാധ്യതയുണ്ട്. ശരിയാണ്. ഒരു ടെക്സ്റ്റ് കൊടുത്താൽ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രൊമോഷണൽ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയോ ഒക്കെ AIക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ സ്വാഭാവികമായും ആ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കുറയ്ക്കാൻ ചിലപ്പോൾ കമ്പനികൾ നോക്കിയേക്കാം. അഡോബി പോലുള്ള കമ്പനികൾ അവർ സ്വന്തമായിട്ട് AI ടൂളുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവരുടെ പ്രധാന ഉപഭോക്താക്കൾ ഈ ക്രിയേറ്റീവ് പ്രൊഫഷണൽസ് ആണല്ലോ. അവർക്ക് ഈ മാറ്റം തീർച്ചയായും ഒരു വെല്ലുവിളിയാണ്.